എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നവ്യ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു പുതിയ അംഗം കുഞ്ഞ് വീട്ടിലോട്ട് വന്നതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവിടെ വെച്ചാണ് കനകയും ഗോവിന്ദനും ആദർശിൻ്റെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. വിങ്ങിപ്പൊട്ടി ഇതെല്ലാം അറിഞ്ഞിട്ട് വിങ്ങിപ്പൊട്ടിയിരുന്ന് കരയുന്ന കനകയും കാണിക്കുന്നുണ്ട്. അടുത്ത് വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ നയനയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും നവ്യ തിരിച്ചു വന്നു കഴിയുമ്പം നവ്യയ്ക്ക് ആദർശിനോട് ഇത്തിരി അകൽച്ചയുണ്ട്. കാരണം ആദർശ് വലിയൊരു തെറ്റ് ചെയ്തേക്കുന്നു, അഭി പോലും ചെയ്യാത്തൊരു തെറ്റ്. അതിൻ്റെ ഒരു നീരസം നവ്യയുടെ മുഖത്തുണ്ട്. അതെല്ലാം താൻ ചെയ്ത കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആകുന്നതിൻ്റെ സന്തോഷം അഭിയുടെ മുഖത്തുണ്ട്. ഏതായാലും ഇതൊക്കെ ഇങ്ങനെ പോകുമ്പം കിരൺ DNA ടെസ്റ്റ് റിസൾട്ടുമായിട്ട് ആദർശിനെ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറയും, ചന്തു നിൻ്റെ മകളല്ല, അനഘ എന്ന പെൺകുട്ടിയുടെ വീടിൻ്റെ ചൂരിൽ നിൻ്റെ ഫോട്ടോ തൂക്കിയിട്ടത് അവനാണ്, അഭിയാണ് എന്ന് പറയുമ്പം അവന് ഞാൻ ഇന്ന് വെച്ചേക്കുകയില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ആദർശ് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ആയിട്ട് ആദർശ് അങ്ങോട്ട് ചെല്ലുമ്പം നയന ഭയങ്കര ഒരു നന്മമരമാണല്ലോ. അതുകൊണ്ട് ഏതായാലും എൻ്റെ ഭർത്താവ് നാറാനുള്ളതൊക്കെ നാറി, ഇനിയിപ്പോൾ എൻ്റെ ചേച്ചിയുടെ ജീവിതം നന്നായിട്ട് പോട്ടെ, അതുകൊണ്ട് നമുക്കിത് മൂടി വയ്ക്കാം എന്ന് പറയൂ എന്നറിയത്തില്ല. ഏതായാലും റിസൾട്ട് എന്താണ് എന്ന് ആദർശ് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ചു. പക്ഷേ ട്രെയിനർ ഒതുങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് സഹികെട്ട് വേണുവിനെയും രേവതിയൊക്കെ അടിച്ചുപോലെ തന്നെ ഒരു ഹെൽമെറ്റുമായിട്ട് വന്നിട്ട് ഓടുപാട് തല്ലുന്നുണ്ട്. കൈയൊക്കെ പിടിച്ച് ഓടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചായിരുന്നു. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.